കാലാവസ്ഥ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അശ്വതി വിശ്വനാഥിനോട് എനിക്കിപ്പം. അശ്വതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഞാൻ ഇന്ന് ഈ കാലാവസ്ഥ തുടങ്ങുന്നത് സേതുവിനോടുള്ളൊരു അന്വേഷണ പറച്ചിലൂടെയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് സേതുവിനോട് അന്വേഷണം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെയും കൂടി എന്നെ വിളിച്ചു. സേതുവിന് ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണ്, എന്നാൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. ആൾ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സേതുവിനോട് അന്വേഷണം പറയണം, ആ കുട്ടീനെ ഇന്നലെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് ഞാനത് പറഞ്ഞിരിക്കും എന്ന് ഞാൻ പറയാണ് സേതു. അന്വേഷിച്ചിട്ടുണ്ട് ആള്. താങ്ക് യു. ഓക്കെ, നമുക്ക് കാലാവസ്ഥ നോക്കാം. ഓക്കെ സേതു. അപ്പോൾ പതിവ് പോലെ നമ്മൾ വീണ്ടും സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആഴത്തിൽ വ്യക്തമായി ഇന്നത്തെ കാലാവസ്ഥ പരിശോധിക്കും. എന്താണെന്ന്, സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. ഇന്ന് തൊട്ട് കുറച്ച് ദിവസങ്ങളിൽ ഇനി സംസ്ഥാനത്ത് ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കാലാവസ്ഥ വകുപ്പ്. അപ്പോൾ നിലവിൽ ഏതൊക്കെ സംസ്ഥാനത്താണ് മുന്നറിയിപ്പ് എന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കേണ്ട സമയമാണ്. 5 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് എന്നതിൻ്റെ സൂചനയാണ് ഈ മാപ്പ് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലൊക്കെ ജാഗ്രതയൊക്കെ നൽകുന്നുണ്ട് കാലാവസ്ഥ വകുപ്പ്. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കണം. അപ്പോൾ ഈ ശക്തമായ മഴയുള്ള സമയമായതിനാൽ ചില നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വീണ്ടും കാലാവസ്ഥ വകുപ്പ് ഇന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ ഒന്നും കൂടി ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഈ മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. അതുപോലെ ഈ ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കുക. ഈ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എപ്പോഴും ശ്രദ്ധയിൽ വരുത്തുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എപ്പോഴും ജാഗ്രത പാലിക്കുക. അടുത്തതായി, ഈ മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ ഈ അത്യാവശ്യമല്ലാത്ത യാത്രകളൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. കാരണം ഈ ജലാശയങ്ങളോട് ചേർന്നുള്ള റോഡുകളിലുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട്. ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലായാലും പ്രത്യേക ശ്രദ്ധ വേണം. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് കാലാവസ്ഥ വകുപ്പ് ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം നിർദ്ദേശങ്ങൾ, ശക്തമായ മഴയായതിനാൽ തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിക്കുക, അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുക. അടുത്തതായി, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട്. ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാരണം ശക്തമായ കാറ്റാണ് ഈ തീരങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നവരും തീരദേശവാസികളും എല്ലാവരും ശ്രദ്ധിക്കുക. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അധികൃതർ തങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൽ ജാഗ്രത പുലർത്തുക. നിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കുക, മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിക്കുക. അപ്പോൾ ഇന്ന് മഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകളും മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പതിവ് പോലെ ദിവസത്തെ ചൂട് നോക്കാം. ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് താപനില ഉയരാനുള്ള സാധ്യത എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 32, കോട്ടയം 31, എറണാകുളം 30. ഇങ്ങനെയാണ് താപനിലയുടെ തോത് പോകുന്നത്. അടുത്തതായി പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ്. പാലക്കാട് 29, കോഴിക്കോട്, കണ്ണൂർ 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ മഴയുടെയും ചൂടിൻ്റെയും ഒരവസ്ഥ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് എല്ലാ പ്രേക്ഷകരും ജാഗ്രത പാലിക്കുക, അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുക, സുരക്ഷിതരായിരിക്കുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ വീണ്ടും കാലാവസ്ഥ വിശേഷങ്ങളുമായി സ്കൈ വാച്ചിൽ കാണാം. സേതു. ഓക്കെ ശരി. അപ്പോൾ മഴ ഇന്ന് എങ്ങനെയൊക്കെ ആയിരിക്കും, ഒപ്പം ചൂട് എങ്ങനെയായിരിക്കും, വിശദമായ വിവരങ്ങളൊക്കെയാണ് അശ്വതി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.